ഫിഷ് റോൾ ഒരു ഈവനിങ് സ്നാക്ക്. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും 4-5 ചെറിയ ഉള്ളിയും ഒരു കുക്കറിലിട്ട് വേവിപ്പിച്ചെടുത്തു. ആദ്യം ഇതൊക്കെ വെള്ളത്തിലിട്ട് മൂടി വെച്ച് ഞാൻ വേവിപ്പിച്ചെടുത്തു. ഇത് നമുക്കിനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതൊന്ന് ചതച്ചെടുക്കണം. ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പിന്നെ വേവിപ്പിച്ച് വെച്ച കേരമ ഉണ്ടായിരുന്നു. അത് ഞാൻ ചെറിയ ചെറിയ പീസാക്കി കൈകൊണ്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബോളിൽ 1 കപ്പ് അരിപ്പൊടി ഇട്ടു. അതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും പിന്നെ പൊടിച്ച് വെച്ച ഫിഷും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു. ഒന്ന് മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കശുവണ്ടിയും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് റോളാക്കി എടുക്കണം. കുറച്ച് മസാല എടുത്ത് ഒന്ന് കൈകൊണ്ട് റോളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ റോളാണ്. ഷേപ്പ് അടിപൊളിയായാൽ കാണാനും അടിപൊളിയായിരിക്കും. അതുകൊണ്ട് നല്ല കൈകൊണ്ട് 2 കൈ കൊണ്ട് ഉപയോഗിച്ച് ഒരു നല്ല ഷേപ്പിൽ റോളാക്കി എടുക്കാം. ഞാൻ ഇങ്ങനെ ഈ റോളാണ് ആക്കിയത്. നിങ്ങൾക്ക് വേണ്ടി കട്ട്ലേറ്റ് പോലെ വേണ്ടി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലും ആക്കാം. ഇതിപ്പോൾ രണ്ടാമത്തെ റോള്. അങ്ങനെ ഒരു 4 റോൾ വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 3, 4 റോളായി. ഈ റോളിന് നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. അതിന് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ റോള് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി പൊരിഞ്ഞു വരണം. ഒരു ഭാഗം പൊരിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും നന്നായി പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു റോൾ റെഡിയായിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിൽ നിന്ന് ഇത് ഇനി മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് സമയം അതിലെ വെളിച്ചെണ്ണ എല്ലാം ഊർന്നു പോകാൻ വേണ്ടി കുറച്ച് സമയം ഇതുപോലെ വെക്കാം. എന്നിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കി 3 കൂടി ഞാൻ പൊരിച്ചെടുത്തു. 1, 2, 3 ഇതും കൂടി ആയാൽ ഉണ്ടാക്കിയ റോൾസെല്ലായി. ഇനി ഇതൊന്ന് നന്നായി പൊരിച്ചെടുക്കണം. ഇത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പുറം മാറ്റി തിരിച്ചിട്ട് കൊടുത്ത് നന്നായി എല്ലാ ഭാഗങ്ങളും നന്നായി ഒന്ന് പൊരിച്ചെടുക്കണം. പിന്നെ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ടൊമാറ്റോ സോസും ഈ ഫിഷ് റോളും നല്ല കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കിയതിപ്പോൾ പൊട്ടിച്ച് നോക്കുമ്പോൾ അടിപൊളിയല്ലേ. ഇതും ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.